1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ട് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഈ മൗണ്ട് ബാറ്റൺ പ്രഭു മഹാത്മാഗാന്ധിജിയോട് ചോദിച്ചു, ഞങ്ങൾ പോവുകയാണ്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ അങ്ങ് എന്താണ് ആദ്യം ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ പ്ലാൻ എന്താണ്? മഹാത്മാഗാന്ധിജി വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, ഗോവധം ഞാൻ നിരോധിക്കും. അപ്പം മൗണ്ട് ബാറ്റൺ പ്രഭു ചോദിച്ചു, അത് നിങ്ങളെന്താ, വേറെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഈ ഗോവധത്തിന് മാത്രം നിങ്ങൾ അതായത് 80% എൻ്റെ രാജ്യത്തിൻ്റെ പ്രശ്നം ഗോവധം നിരോധിച്ചു കഴിഞ്ഞാൽ മാറുമെന്നാണ് അന്ന് ഗാന്ധിജി പറഞ്ഞത്. ഇതന്ന് ലണ്ടൻ ടൈംസിലൊക്കെ പ്രിന്റ് ചെയ്ത് വന്നതാണ്. ഇതൊക്കെ എല്ലാ ചരിത്ര രേഖകളുടെ ഭാഗമാണ്. കൗബേസ് ഫാമിങ്, കൗബേസ് എക്കണോമി, കൗബേസ് വെൽത്ത് ആൻഡ് ഹെൽത്ത്. നമ്മൾ വെൽത്തിയുമായിരുന്നു, ഹെൽത്തിയുമായിരുന്നു. ബേസ് എന്താണ്? പശു അധിഷ്ഠിത കൃഷി സമ്പ്രദായ ജീവിത ശൈലി. ഇത് ഇന്നുള്ളതല്ല, ഞാൻ കണ്ടുപിടിച്ചതല്ല, ഇതുള്ളതാണ്. നമ്മുടെ ജനിസിൽ, നമ്മുടെ DNA ഉള്ളത്, നമ്മുടെ പൈതൃകം അതായിരുന്നു. ആ പഴയ കാലത്തേക്ക് നമുക്ക് എത്തി നോക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ വലിയ വലിയ പ്രശ്നങ്ങൾക്ക്, മാനസിക സംഘർഷത്തിലൂടെ പോകുന്ന നമ്മുടെ യുവാക്കൾക്ക്, യുവതികൾക്ക്, കുടുംബമൊക്കെ ഭദ്രത ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല.